ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് മലയാളം വ്ളോഗാണ്. വലുതായിട്ടൊന്നുമില്ല, ഞങ്ങളിവിടെ ഒരു മോൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മോൾ വിസിറ്റ് ചെയ്യുന്ന അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മോളെന്ന് പറയുന്നത് വെസ്റ്റ് എഡ്മണ്ടൺ മാൾ. ഇപ്പം നോർത്ത് അമേരിക്കയിലെ ബിഗ്ഗസ്റ്റ് മോളാണ്. അപ്പോൾ അവിടെ കാണാനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നത്. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ബേബി. ഷീസ് 1 year old ആൻഡ് അവളെ ഞങ്ങൾ വിളിക്കുന്ന അല്ലി എന്നാണ്. ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും. ഷെഡ്യൂൾ നോക്കണം, ടൈം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളുടെ നാപ്പ് ടൈം, അവൾക്ക് വേണ്ടി ഫുഡ് പാക്ക് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര സ്നോ ആണ്. ആക്ച്വലി നമ്മള് വെമ്മില് പോവാൻ ഒരു 2-3 days മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു, വെദർ ഇംപ്രൂവ് ആവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് സ്നോയിങ്. ഏപ്രിലാണ്, ബട്ട് സ്പ്രിംഗ് ആവേണ്ട സമയമായി, എന്നിട്ട് ഇവിടെ സ്നോ ആണ്. അതുകൊണ്ട് തന്നെ പ്ലാൻ മാറ്റി വെക്കണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്തായിരുന്നാലും പോവാന്ന്. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ പോവാനായിട്ട് ഇറങ്ങിക്കുവാണ്. someone is very excited. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ എഡ്മണ്ടൺ മോളിൽ എത്തിക്കുവാണ്. ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തിരക്ക് കുറവാണ്. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ വേറെ ഡേയ്സ് ഒക്കെ ഇതിനേക്കാളും വലിയ തിരക്കാണ്. ഇവിടെ കാണാൻ ശരിക്കും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ എൻട്രൻസിൽ കയറിയതേ ഉള്ളൂ. ഇനി വേണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ. ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് വേറെ ഒരിടവും ഞങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഒന്നുകൂടെ കയറണമെന്നുണ്ട്. അവിടെ കുറച്ച് ഹാൻഡ് വാഷോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് കയറുന്നുണ്ട്. ഇന്ന് തേഴ്സ്ഡേ ആയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഇരട്ടി തിരക്ക്. തേഴ്സ്ഡേ ആയതുകൊണ്ട് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര തിരക്കാണ് ഗൈസ് ഇവിടെ. അല്ലെങ്കിലും വെമ്മിൽ എപ്പോഴും തിരക്കുണ്ട്. ഐസ് സ്കേറ്റിംഗ് നടക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്ന കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഗൈസ്, ഇതാണ് വേറൊരു അട്രാക്ഷൻ. ഈ മോളിൻ്റെ ഉള്ളിലൊരു ലേക്ക് ഉണ്ട്. സോ ഇതിൻ്റെ പേര് ഡീപ് സീ അഡ്വെഞ്ചർ ലേക്ക് എന്നാണ്. ഇവിടെ ഉള്ള ഒരു സ്പെഷ്യൽ അട്രാക്ഷനാണ് ഈ ബോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് സാന്റാ മരിയ ആണ്. ഈ ഷിപ്പിനൊരു 92 feet നീളമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. 26 വിഡ്ത്ത്, 92 feet. ഇത് ഒരു വലിയ ബിഗ് ഷിപ്പ് തന്നെയാണ്. ഇത് വാൻകൂവറിൽ ഹാൻഡ് കർവ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് ബെഡ് ട്രക്കിൽ എഡ്മണ്ടണിൽ കൊണ്ടുവന്ന ഈ കപ്പൽ ഈ ലേക്കിൻ്റെ അകത്ത് 2.5 acre വലിപ്പമുള്ളൊരു ആർട്ടിഫിഷ്യൽ ലേക്കിൻ്റെ നടുക്കാണ്, ഒരു ഗ്ലാസ് ഡോമിൻ്റെ അടിയിലാണ് ഇത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സോ ഇവിടെ സ്വാൻ പാഡിൽ ബോട്ട്സൊക്കെ ഉണ്ട്. സോ ഈ ഷിപ്പ് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടു, ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. സോ ഈ ഷിപ്പ് പ്രൈവറ്റ് ഇവൻറ്റ്സിനും ബർത്ത്ഡേ പാർട്ടീസിനും വെഡ്ഡിങ് റിസപ്ഷനും വരെ ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു 40 ആൾക്കാർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം.
സോ മോളിൻ്റെ ഉള്ളിൽ വരെ ഇവിടെ വെഡ്ഡിങ് നടത്താം. അതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിലാണ്. മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മളൊരു കൊറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗന്നം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മേടിക്കാറുള്ളത്. ബുൾഗോഗി കുറച്ചുകൂടെ നല്ലൊരു ഡിഷാണ്. പിന്നെ ബുൾഗോഗി ആൻഡ് തെബോക്കി ഇങ്ങനെ പറയുന്ന 2 ഡിഷസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. സോ വി ഗോട്ട് ദ നമ്പർ. ഇപ്പോൾ വെയിറ്റ് ചെയ്യുവാണ് ഫുഡിന് വേണ്ടിയിട്ട്. പക്ഷെ അല്ലിക്ക് ഞങ്ങൾ ഫുഡ് പാക്ക് ചെയ്തു കേട്ടോ. ഞങ്ങളിത് അവർക്ക് വേണ്ടി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ലഞ്ചാണ്. ഇവിടെ നേരെ അവർക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മേടിച്ചതാണ്. ഗായ്സ്, ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിക്കുവാണ്. ഞാൻ ഓർഡർ ചെയ്ത തെബോക്കി ഭയങ്കര സ്പൈസിയാണ്. ആക്ച്വലി തെബോക്കി സ്പൈസിയാണ്, പക്ഷേ ഇന്നത്തെ കുറച്ച് എക്സ്ട്രാ സ്പൈസിയാണ്. ബട്ട് നിങ്ങൾക്കാണെങ്കിൽ ഫിഷ് കേക്ക് ഒക്കെ ഉണ്ടല്ലേ, ഫിഷ് കേക്ക് ആൻഡ് റൈസ് കേക്കാണ് ആക്ച്വലി തെബോക്കി എന്ന് പറയുന്നത്. അത് ഭയങ്കര ച്യൂയിയാണ് അതിൻ്റെ ടെക്സ്ചറൊക്കെ. അപ്പം അത് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈവൻ ദോ ഇറ്റ്സ് സ്പൈസി. അതുപോലെ തന്നെ നമ്മുടെ ഈ മോളിൻ്റെ അകത്ത് അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ നമ്മുടെ വണ്ടർല പോലെ പുറത്തായിരിക്കുമല്ലോ വണ്ടർലയൊക്കെ, അതിന് പ്രത്യേകം രീതിയിൽ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ കൂടുതലും വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അതായത് ഈ ഡ്രോപ്പ് ടവറും റോളർ കോസ്റ്റർ എല്ലാം ഉണ്ട്. ബട്ട് അതൊരു റൂഫിന് താഴെയാണെന്ന് മാത്രം, ബിക്കോസ് ഓഫ് വെതർ. അതുകൊണ്ട് അത് റൂഫിന് താഴെയുള്ള, പക്ഷെ എല്ലാ സൗകര്യവും അതിൻ്റെ അകത്തുണ്ട്. മോളിനുള്ളിലാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക്. നമുക്ക് അതും കൂടെ ഞാൻ കാണിക്കാം നമ്മളെ. സോ ഇതാണ് ഗാലക്സി ലാൻഡ്. ഇത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഒരു 3.5 ഏക്കർ വലുപ്പമെങ്കിലും ഇതിനുണ്ടാവും തോന്നുന്നു. അതിൽ 27 കൂടുതൽ റൈഡ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ മോണോപ്പൊളി, മൈ ലിറ്റിൽ പോണി, മിസ്റ്റർ പൊട്ടാറ്റോ ഹെഡ്, നെർഫ് ഇങ്ങനെയുള്ള ഫേവററ്റ് ഹാസ്ബ്രോ ക്യാരക്ടേഴ്സൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. സോ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ റോളർ കോസ്റ്റർ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പഴയ ഐക്കോണിക് മൈൻഡ് ബെൻഡറിൻ്റെ സ്ഥാനത്ത് വെക്കോമയുടെ ഒരു പുതിയ കോസ്റ്ററാണ് വരുന്നത്. ഞങ്ങളിതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ കയറുന്നില്ല. പിന്നെ ഇത് കണ്ടു, ഒരു സ്ട്രീറ്റ് പോലെ തോന്നുന്നുണ്ട്. സോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് യൂറോപ്യൻ സിറ്റി സ്ട്രീറ്റ് എന്നാണ്. മോളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈല് സിറ്റി മാതിരി അവർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പഴയ സിറ്റി, യൂറോപ്പിലൊരു പഴയ സിറ്റി സ്ട്രീറ്റിൻ്റെ ഒരു എക്സാക്ട് ലുക്കിൽ ഡിസൈൻ ചെയ്തതാണ്. ഗൈസ്, ഫൈനലി ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങോട്ട് കയറാൻ പോവാണ്. തിരക്കില്ല, സ്പെസിഫിക്കലി കടയ്ക്കകത്ത് തിരക്കില്ല, എന്നാലും ഉണ്ട് കുറച്ച്. നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ സ്റ്റോറിന് കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങൾ സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ നമുക്കങ്ങനെ സ്റ്റാഫിനെയൊന്നും അങ്ങനെ അനുവാദം ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാർട്ട് എടുക്കാത്തത്. സോ ഭയങ്കര വെൽക്കമിങ് ആണ് സ്റ്റാഫൊക്കെ, ഭയങ്കര വെൽക്കമിങ്, ഹെൽപ്ഫുള്ളൊക്കെയാണ് ഇവിടെ. ഇതെൻ്റെ ഫേവററ്റ് സ്റ്റോറാണ് ആക്ച്വലി. ഏതെടുക്കണം എന്നാണ് കൺഫ്യൂഷൻ. പിന്നെ എപ്പോഴും ഓഫറൊക്കെ ഉണ്ടാവും ഇവിടെ. ഒരു 5 ബോഡി വാഷൊക്കെ എടുത്താൽ $30 അങ്ങനെ. സോ 2026 ഏറ്റവും പോപ്പുലർ സെൻറ്റ് ഷാമ്പെയിൻ ടോസ്റ്റാണ്. പിന്നെ ബബ്ലി ഷാമ്പെയിൻ, സ്പാർക്ലിംഗ് ബെറീസ്, ജ്യൂസി ടാഞ്ചറിൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോപ്പുലറായിട്ടുള്ളത്. പിന്നെ ജാപ്പനീസ് ചെറി ബ്ലോസം ആണ് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ്. ഇപ്രാവശ്യം ഞാൻ വാം വാനില ഷുഗർ എടുക്കാമെന്ന് വിചാരിച്ചു. അതും വളരെ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. സോ എനിവേ, ഇത് ഭയങ്കര കൺഫ്യൂഷനാവും നമ്മൾ സ്റ്റോറി കയറി കഴിഞ്ഞാൽ. സോ ഓൾവേസ് ലുക്ക് ഫോർ ഓഫർ ഇഫ് യു വാണ്ട്. സോ ഇതാണ് ഏറ്റവും ഒരു അൺഎക്സ്പെക്റ്റഡ് പാർട്ട് എന്ന് പറയുന്നത്. ഒരു മോളിൻ്റെ ഉള്ളിൽ ഒരു ഫുൾ സൈസ് ഹോക്കി റിംഗ് ഉണ്ട്. സോ ഇതിൻ്റെ പേര് ഐസ് പാലസ് എന്നാണ്. ഒരു ഗ്ലിറ്ററിങ് ഗ്ലാസ് ഡോമിൻ്റെ അടിയിൽ NHL സൈസ്ഡ് ഐസ് റിംഗ് ആണ്.
ഇവിടെ ഇയർ അറൗണ്ട് സ്കേറ്റിംഗ് അവൈലബിൾ ആണ് മിക്കപ്പോഴും. സോ ഞങ്ങളിവിടെ എത്തിയ ടൈമിലൊരു ഹോക്കി മാച്ച് ഇവിടെ അവസാനിക്കുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്ക് കാണാം പ്ലെയേഴ്സൊക്കെ ഉണ്ട്, 2 ടീം പ്ലെയേഴ്സ്. ശരിക്കും ഒരു റിയൽ ഗെയിം അറ്റ്മോസ്ഫിയർ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ അല്ലാണ്ട് വന്ന് പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ പബ്ലിക് സ്കേറ്റിംഗ്, സീനിയർ സ്കേറ്റ്, ഡ്രോപ്പ് ഇൻ ഹോക്കി, ആഫ്റ്റർ ഗ്ലോ സ്കേറ്റ്, ലേറ്റ് നൈറ്റ് ലൈറ്റ്സ്, മ്യൂസിക്കൊക്കെ ആയിട്ടൊരു സ്പെഷ്യൽ സ്കേറ്റിംഗ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കോൺസേർട്സ് കൾച്ചറൽ ഇവൻറ്റ്സ്, ഫണ്ട് റൈസിങ് അങ്ങനെ കുറച്ചുള്ള അതിനെല്ലാം ഇതൊരു വെന്യൂ ആയിട്ടും എടുക്കാറൊക്കെ ഉണ്ട്. സോ ഇതൊരു വെർസറ്റൈൽ വെന്യൂ ആണ്. കാനഡയിൽ ഹോക്കി ഒരു റിലീജിയൻ തന്നെയാണ്, ഒരു പാഷൻ. ഈ ഐസ് പാലസിൽ അത് ഫീൽ ചെയ്യും നമുക്ക്. സോ ഇത് ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഐസ് ഹോക്കി കാണുന്നത്. ഇവിടെ ഐസ് പാലസിൽ ഇവിടെ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അത് കാണാൻ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട്. കവർ ചെയ്യാൻ നോക്കുവാണ്. വലിയ എക്സോസ്റ്റഡായിട്ട് വരുന്നുണ്ട്. നമ്മൾ ലഞ്ച് കൊണ്ടുവന്നതും കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡും ഒക്കെയാണ്. അത് കഴിച്ചു വന്നാൽ പോലും അവൾക്കിപ്പോൾ ഓടി നടക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. സോ ഞങ്ങളിപ്പോൾ ഇവിടെ വിടണം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഓടി എല്ലായിടവും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. സ്ട്രോളറിലിരിക്കാൻ തീരെ താല്പര്യം കാണിക്കുന്നത്. ഇനി മോള് വരുമ്പോൾ നമ്മൾ മിക്കവാറും മേടിക്കുന്ന സാധനമാണിത്, ബബിൾ ടീ, മാംഗോ റിയൽ ഫ്രൂട്ട് ബബിൾ ടീ. ഇത് ഭയങ്കര രസമാണ് കുടിക്കാൻ. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ അത് വാങ്ങാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതൊരു 7:30 PM ആയി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് താമസിച്ചു. പിന്നെ അവിടെ ഞങ്ങൾക്ക് വാട്ടർ പാർക്ക് കാണിക്കാൻ പറ്റിയില്ല. കുറേ നടന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം വാട്ടർ പാർക്ക് മിസ്സായിപ്പോയി. സോ നെക്സ്റ്റ് ടൈം ഞാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും കാണിച്ചു തരാം. സോ ഇപ്പോൾ അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇനിവേ കുറേ അതിവിടെ കവർ ചെയ്യാനുണ്ട്. അതൊരു ദിവസത്തെ പരിപാടി നടക്കത്തില്ല, പ്രത്യേകിച്ച് ബേബിയും കൂടെ ഉള്ളതുകൊണ്ട്. എനിവേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ ഉള്ള വ്ളോഗ്സ് ഇനിയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇതുപോലത്തെ വീഡിയോസ് കാണാനും പിന്നെ എന്തെങ്കിലും ഇതുപോലത്തെ ഡെയിലി വ്ളോഗ്സ് ഉണ്ടാവാനും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഇനിയും ഇതുപോലുള്ള ഇതിനേക്കാളും മികച്ച വീഡിയോസുമായിട്ടൊക്കെ വരുന്നത് വരെ ബൈ ബൈ.